മജ്ജ്‌മ നികായ 15 അനുമാന സുത്ത്. ഈ സുത്തത്തിൽ മഹാമൊഗ്ഗലാനൻ ഭിക്ഷുക്കൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. എന്താണ് അകുശലധർമ്മം, അതിനെ എങ്ങനെ ഇല്ലാതാക്കാം? എന്താണ് പാപധർമ്മം, അതിനെ എങ്ങനെ ഇല്ലാതാക്കാം? ബുദ്ധൻ്റെ ഏറ്റവും ഉയർന്ന 2 ശിഷ്യന്മാരാണ് മഹാമൊഗ്ഗലാനനും സാരിപുത്രനും. മഹാമൊഗ്ഗലാനൻ ഇടംകൈയാണെങ്കിൽ സാരിപുത്തൻ വലംകൈയാണ്. മുഴുവൻ ഭിക്ഷു സംഘത്തിൻ്റെയും ഉത്തരവാദിത്വം 2 പേർക്കും ആണ് ഉള്ളത്. മഹാമൊഗ്ഗലാനൻ സിദ്ധികളിൽ വളരെ ശ്രേഷ്ഠനാണ്, എന്നാൽ സാരിപുത്രൻ പ്രജ്ഞയിൽ ശ്രേഷ്ഠനാണ്. ഈ സൂത്രം ഭിക്ഷുക്കൾക്ക് മാത്രമല്ല സാധാരണ വ്യക്തികൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. പ്രത്യേകിച്ച് ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾ അവരുടെ മനസ്സിലെ പാപധർമ്മങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാനും അവയെ നീക്കം ചെയ്യാനും ഈ സൂത്രം ഉപകരിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ മഹാമൊഗ്ഗലാനൻ ബഗ്ഗരുടെ ദേശത്ത് ബേസകള വനത്തിൽ മുതലക്കുന്നിൽ മാനുകളുടെ പാർക്കിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് മഹാമൊഗ്ഗലാനൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു: ഭിക്ഷുമിത്രങ്ങളെ, മിത്രമേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ മഹാമൊഗ്ഗലാനെ പ്രത്യഭിവാദം ചെയ്തു. അപ്പോൾ മഹാമൊഗ്ഗലാനൻ ഇങ്ങനെ പറഞ്ഞു: പവാരേതി ചേബി ആവസോ ഭിക്ഷു. മിത്രങ്ങളെ, പവാരണ ചടങ്ങിൽ ഒരു ഭിക്ഷു മറ്റു ഭിക്ഷുക്കളോട് തൻ്റെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ച് തന്നെ ഉപദേശിക്കാൻ പറയുകയാണ്. ആദ്യമായിട്ട് ഈ പവാരണ ചടങ്ങ് എന്താണെന്ന് പറയാം. എല്ലാ ബുദ്ധഭിക്ഷുക്കൾക്കും 3 മാസം വർഷാവാസം ചെയ്യേണ്ടതുണ്ട്. അതായത് മഴക്കാലത്ത് അവർ ഒരു സ്ഥലത്ത് ഇരുന്ന് സാധന ചെയ്യും. ആ സമയത്ത് പുറത്തൊന്നും അവർ പോവുകയില്ല, ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും അവർ ഇരിക്കുക. അവിടെ അവർ സാധന ചെയ്യും, ധർമ്മോപദേശം ചെയ്യും. അങ്ങനെ എല്ലാ വർഷവും അവർ 3 മാസം വർഷാവാസം ചെയ്യാറുണ്ട്. വർഷാവാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിൻ്റെ പേരാണ് പവാരണ ചടങ്ങ്. അതായത് ഈ 3 മാസത്തിൽ ഏതെങ്കിലും ഒരു ഭിക്ഷു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മറ്റുള്ളവർ അത് ചൂണ്ടിക്കാണിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ചടങ്ങ്. അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഭിക്ഷു തെറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു എങ്കിൽ അവർ ഈ ചടങ്ങിൽ അത് ചൂണ്ടിക്കാണിക്കും. അപ്പോൾ മറ്റുള്ള ഭിക്ഷുക്കൾ ആ ഭിക്ഷുവിന് തക്കതായിട്ടുള്ള ഉപദേശം കൊടുക്കും. അതേപോലെ തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ അവിടെ നടപ്പിലാക്കും. ഈ ചടങ്ങിൽ ഭിക്ഷുക്കളുടെ നിയമത്തിലുള്ള വിനയപിടികയിലെ കാര്യങ്ങൾ അതെല്ലാം അവർ വായിച്ച് ഏതെങ്കിലും ഭിക്ഷു ഇതിലെ നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയുള്ള ചടങ്ങിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് ഒരു ഭിക്ഷു മറ്റുള്ളവരോട് തൻ്റെ കുറ്റം ചൂണ്ടിക്കാണിക്കാൻ പറയും. എന്നാൽ ആ ഭിക്ഷുവിനെ ഉപദേശിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തെന്നാൽ ആ ഭിക്ഷുവിൽ ഉപദേശിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ചില ധർമ്മങ്ങളുണ്ട്. അവർ ക്ഷമയില്ലാത്തവരാണ്. അതുകൂടാതെ നിർദ്ദേശങ്ങളെ ആദരപൂർവ്വം അവർ സ്വീകരിക്കാൻ തയ്യാറല്ല. അതിനാൽ അവരുടെ സുഹൃത്തുക്കൾ അവരെ ഉപദേശിക്കാനോ നിർദ്ദേശങ്ങൾ കൊടുക്കാനോ തയ്യാറാകില്ല. അതുകൊണ്ട് കാര്യമില്ല എന്ന് അവർക്ക് അറിയാം. അതുമൂലം അവർക്ക് ആ ഭിക്ഷുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. കഥമേ ചാവസോ ദോവചസ്സകരണധമ്മ. ആ ഭിക്ഷുവിൻ്റെ ഉള്ളിൽ ചില ധർമ്മങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഭിക്ഷുവിനെ ഉപദേശിക്കാനോ നേരെയാക്കാനോ സാധിക്കില്ല. ആ ഭിക്ഷുവിന് പാപങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. പാപിച്ചോ ഹോതി പാപികാനം ഇച്ഛാനം വസം ഗതോ. ആ ഭിക്ഷു പാപ ഇച്ഛകൾക്ക് വശംവദനാണ്. എം പാവസോ ഭിക്ഷു പാപിച്ചോ ഹോതി പാപികാനം ഇച്ഛാനം വസം ഗതോ. ഏതൊരു ഭിക്ഷുവിന് പാപങ്ങളുടെ ഇച്ഛയുണ്ടോ, പാപങ്ങളുടെ ഇച്ഛയ്ക്ക് വശംവദനായോ, അയംബി ധമ്മോ ദോവചസകരണോ. ഈ ധർമ്മത്താൽ ആ വ്യക്തിയെ ഉപദേശിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് ആ ഭിക്ഷുവിൽ കുറവുകളുണ്ട് എന്ന് ആ ഭിക്ഷുവിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പുനചപരം ആവസോ ഭിക്ഷു അത്തു കംസകോ ഹോതി പരവംഭി. മാത്രമല്ല ഒരു ഭിക്ഷു
സ്വയം തന്നെ തന്നെ പുകഴ്ത്തുന്നവനാണ്, മറ്റുള്ളവനെ തരം താഴ്ത്തി കാണിക്കുന്നവനാണ്. ഈ കാര്യങ്ങൾ ഒരു ഭിക്ഷുവിന് മാത്രമല്ല, ഏതൊരു വ്യക്തിയും, സാധനയിൽ മുന്നേറുന്ന ഏതൊരു വ്യക്തിക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എം പാവസോ ഭിക്കു അത്തു കംസകോ ഹോതി പരവംഭി അയംഭി ധമ്മോ ദോവചസ്സ കർണോ. ഏതൊരു ഭിക്ഷു സ്വയം തന്നെ തന്നെ പ്രശംസിക്കുന്നോ മറ്റുള്ളവരെ തരം താഴ്ത്തി പറയുന്നോ ആ ഭിക്ഷുവിനെയും ഉപദേശിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ്. ആ ഭിക്ഷു ക്രോധിതനാണ്, ദേഷ്യക്കാരനാണ്. ഏതൊരു ഭിക്ഷുവിന് ക്രോധമുണ്ടോ ദേഷ്യമുണ്ടോ ഈ ധർമ്മത്താൽ ആ ഭിക്ഷുവിനെ ഉപദേശിച്ച് നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഭിക്ഷു ദ്വേഷം ഉള്ളവനാണ്, ക്രോധം ഉള്ളവനാണ്, അതിനാൽ വിദ്വേഷം പുലർത്തുന്നവനാണ്. ഏതൊരു വ്യക്തിക്ക് ക്രോധമുണ്ടോ വിദ്വേഷമുണ്ടോ ഈ ധർമ്മത്താൽ ആ ഭിക്ഷുവിനെ ഉപദേശിച്ച് നേരെയാക്കാൻ ബുദ്ധിമുട്ടാണ്. ഭിക്ഷു ക്രോധിതനാണ്, ദ്വേഷത്താൽ പിടിവാശിക്കാരനാണ്. ഏതൊരു ഭിക്ഷു ക്രോധിതനാണോ ദ്വേഷത്താൽ പിടിവാശിക്കാരനാണോ അവനെയും ഉപദേശിച്ച് ശരിയാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഭിക്ഷു ക്രോധമുള്ളവനാണ് അല്ലെങ്കിൽ കോപമുള്ളവനാണ്, അത് കാരണം ആ ഭിക്ഷു ചീത്ത വിളിക്കുന്നവനാണ്. ഏതൊരു ഭിക്ഷുവിന് ക്രോധമുണ്ടോ ചീത്ത വിളിക്കുന്ന ആ ധർമ്മമുണ്ടോ ആ ഭിക്ഷുവിനെയും ഉപദേശിച്ച് ശരിയാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഭിക്ഷു ആരെങ്കിലും കുറ്റാരോപണം ചെയ്യുന്ന സമയത്ത് ആ കുറ്റാരോപണം ചെയ്യുന്ന വ്യക്തിയെ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതൊരു ഭിക്ഷു കുറ്റാരോപണം ചെയ്യുന്ന വ്യക്തിയെ തടയാൻ ശ്രമിക്കുന്നുവോ ആ ധർമ്മത്താൽ അവനെ ഉപദേശിച്ച് നേരെയാക്കാൻ ബുദ്ധിമുട്ടാണ്. മിത്ര, ഒരു ഭിക്ഷു കുറ്റാരോപിതൻ ആകുന്ന സമയത്ത് കുറ്റാരോപണം ചെയ്ത വ്യക്തിയെ അയാൾ കുറ്റപ്പെടുത്തുന്നു. ഏതൊരു ഭിക്ഷു കുറ്റാരോപണം ചെയ്യുന്ന സമയത്ത് കുറ്റാരോപണം ചെയ്ത വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നുവോ ആ ധർമ്മത്താൽ ആ ഭിക്ഷുവിനെ ഉപദേശിക്കാൻ ബുദ്ധിമുട്ടാണ്. മിത്രങ്ങളെ, കുറ്റാരോപിതനായാൽ ആ ഭിക്ഷു കുറ്റാരോപണം നടത്തിയ വ്യക്തിയുടെ തലയിൽ കുറേ കുറ്റങ്ങളെ ആരോപണം ചെയ്യുന്നു. ഈ ധർമ്മത്താലും ആ ഭിക്ഷുവിനെ ഉപദേശിക്കാൻ ബുദ്ധിമുട്ടാണ്. മിത്രങ്ങളെ, ഏതെങ്കിലും ഭിക്ഷു കുറ്റാരോപിതൻ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തെ ആ ഭിക്ഷു ഒഴിവാക്കാൻ നോക്കുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നു, ദേഷ്യം, ക്രോധം, വെറുപ്പ് തുടങ്ങിയവ പ്രകടിപ്പിക്കുന്നു. കുറ്റാരോപിതൻ ആകുന്ന സമയത്ത് ഇങ്ങനെ ശ്രദ്ധ തിരിക്കുന്നവനും ആരോപണത്തെ ഒഴിവാക്കുന്നവനും അതേപോലെ തന്നെ ക്രോധം, ദ്വേഷം, വെറുപ്പ് തുടങ്ങിയവ പ്രകടിപ്പിക്കുന്നവനെയും ഉപദേശിക്കാൻ ബുദ്ധിമുട്ടാണ്. മിത്രങ്ങളെ, ഒരു ഭിക്ഷു കുറ്റാരോപിതൻ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭിക്ഷു ആ തെളിവുകളെ നിരാകരിക്കുന്നു. കുറ്റാരോപിതനായാൽ തെളിവുകളെ നിരാകരിക്കുന്ന ആ ധർമ്മത്താൽ ആ വ്യക്തിയെ ഉപദേശിക്കാൻ ബുദ്ധിമുട്ടാണ്. മിത്രങ്ങളെ, ഒരു ഭിക്ഷു ആക്രമണകാരിയാണ്, നിന്ദിക്കുന്നവനാണ്. ആക്രമണകാരി ആയിട്ടുള്ള നിന്ദിക്കുന്ന ആ വ്യക്തിയുടെ ആ ധർമ്മത്താൽ ആ ഭിക്ഷുവിനെ ഉപദേശിക്കാൻ ബുദ്ധിമുട്ടാണ്. മിത്രങ്ങളെ, ഒരു ഭിക്ഷു അസൂയക്കാരനാണ്, അതേപോലെ തന്നെ കഞ്ചൂസാണ്. ഈ ഭിക്ഷുവിൻ്റെ അസൂയ, കഞ്ചൂസി തുടങ്ങിയ ധർമ്മത്താൽ ആ വ്യക്തിയെ ഉപദേശിച്ച് നേരെയാക്കാൻ ബുദ്ധിമുട്ടാണ്. മിത്രങ്ങളെ, ഒരു ഭിക്ഷു മായാവിയാണ്, വഞ്ചകനാണ്. ആ ഭിക്ഷുവിൻ്റെ മായാവിത്വം, വഞ്ചകത്വം തുടങ്ങിയ ധർമ്മത്താൽ ആ ഭിക്ഷുവിനെ ഉപദേശിച്ച് നേരെയാക്കാൻ ബുദ്ധിമുട്ടാണ്. ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു കടുംപിടുത്തക്കാരനാണ്, അതേപോലെ തന്നെ ദുരഭിമാനിയാണ്. ആ ഭിക്ഷുവിൻ്റെ കടുംപിടുത്തം, ദുരഭിമാനം മൂലം ആ വ്യക്തിയെ ഉപദേശിച്ച് നേരെയാക്കാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഒരു ഭിക്ഷു തൻ്റെ ദർശനങ്ങളോട് ആസക്തനാണ്, അതിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്, അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഈ ധർമ്മത്താലും ഒരു ഭിക്ഷുവിനെ ഉപദേശിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ദർശനം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ദർശനം. പലർക്കും സ്വന്തം ചില ദർശനങ്ങൾ ഉണ്ടാകും, ഫിലോസഫി ഉണ്ടാകും. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതിനെ മുറുകെ പിടിക്കുന്നു, അതിനെ വിടാൻ തയ്യാറല്ല. മിത്രങ്ങളെ,
ഈ ധർമ്മങ്ങൾ കൊണ്ടാണ് ഒരു ഭിക്ഷുവിനെ ഉപദേശിക്കാൻ ബുദ്ധിമുട്ടാകുന്നത്. മിത്രങ്ങളെ, ഒരു ഭിക്ഷു പവാരണ ചടങ്ങിൽ മറ്റു ഭിക്ഷുക്കളോട് അവനെ ഉപദേശിക്കാൻ വിളിക്കുന്നില്ല. എന്നാൽ അവരെ ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്. അവരെ ഉപദേശിക്കാൻ എളുപ്പമാകുന്ന ചില ധർമ്മങ്ങൾ അവരിലുണ്ട്. അവർ ഉപദേശങ്ങളെ സ്വീകരിക്കുന്നവരാണ്. മാത്രമല്ല, വളരെ ആദരവോടുകൂടി അവർ നിർദ്ദേശങ്ങളെ സ്വീകരിക്കുന്നു. അതുമൂലം അവരുടെ കൂടെയുള്ള മിത്രങ്ങൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതും അതേപോലെ തന്നെ അവരെ ഉപദേശിക്കുന്നതും ഗുണകരമാണ് എന്ന് കരുതുന്നു. അതിനാൽ ഈ ഭിക്ഷു അവരുടെ വിശ്വാസം നേടുന്നു. ഏതെല്ലാം ധർമ്മങ്ങളാണ് ആ വ്യക്തിയെ ഉപദേശിക്കാൻ എളുപ്പമുള്ള വ്യക്തിയാക്കുന്നത്? ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വീണ്ടും റിപ്പീറ്റേഷൻ ആവുന്നുണ്ട്. ആദ്യമായിട്ട് ആ ഭിക്ഷുവിന് പാപ ഇച്ഛ അല്ലെങ്കിൽ പാപങ്ങൾക്കുള്ള ആഗ്രഹം ഇല്ല. പാപ ഇച്ഛകൾക്ക് വശംവദനായിട്ടില്ല. അങ്ങനെ ഏതൊരു ഭിക്ഷുവിന് പാപ ഇച്ഛകൾ ഇല്ലയോ, പാപ ഇച്ഛകൾക്ക് വശംവദനായിട്ടില്ലയോ, ആ ഭിക്ഷുവിനെ ഉപദേശിക്കാൻ എളുപ്പമാണ്. ഇതേപോലെ തന്നെയാണ് ബാക്കി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും. സ്വയം പുകഴ്ത്തുകയോ മറ്റുള്ളവരെ തരം താഴ്ത്തുകയോ ചെയ്യുന്നില്ല. ക്രോധമോ ദേഷ്യമോ ഉള്ളവനല്ല. ക്ഷമയുണ്ട്, ദേഷ്യം ഇല്ല. ക്രോധമോ ദേഷ്യമോ അല്ല. പിടിവാശിക്കാരൻ അല്ല. ക്രോധമോ ചീത്തവിളിയോ ഇല്ല. കുറ്റാരോപണം ചെയ്യുന്ന സമയത്ത് ദേഷ്യം ഉള്ളവനല്ല. കുറ്റാരോപിതനെ കുറ്റപ്പെടുത്തുന്നവനല്ല. കുറ്റാരോപണം ചെയ്യുന്ന സമയത്ത് അതിനെ ഒഴിവാക്കുന്നില്ല, ശ്രദ്ധ തിരിക്കുന്നില്ല. ദേഷ്യം, ക്രോധം, വെറുപ്പ് ഇവയൊന്നും ഇല്ല. കുറ്റാരോപിതൻ ആവുന്ന സമയത്ത് തെളിവുകളെ നിരസിക്കുന്നില്ല. ആക്രമണകാരിയോ നിരസിക്കുന്നവനോ അല്ല. അസൂയയില്ല, ദാനം കൊടുക്കുന്നവനാണ്. മായാവിയല്ല, വഞ്ചകനല്ല. കടുംപിടുത്തക്കാരനല്ല, ദുരഭിമാനിയല്ല. മാത്രമല്ല, ഒരു ഭിക്ഷു അവൻ്റെ സ്വന്തം ദർശനത്തിൽ ആസക്തനല്ല, അതിനെ മുറുകെ പിടിക്കുന്നില്ല, അതിനെ എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. സ്വന്തം ദർശനത്തിൽ ആസക്തനല്ലാത്തതിനാൽ, സ്വന്തം ദർശനത്തെ മുറുകെ പിടിക്കാത്തവനായതിനാൽ, അതിനെ എളുപ്പത്തിൽ ഉപേക്ഷിക്കുന്നവനാകുന്നതിനാൽ ഈ ധർമ്മങ്ങളാൽ ആ ഭിക്ഷുവിനെ ഉപദേശിക്കാൻ എളുപ്പമാണ്. ഈ കാര്യങ്ങളാൽ ഒരു ഭിക്ഷുവിനെ ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്. ആ സ്ഥിതിയിൽ ഒരു ഭിക്ഷു തന്നിൽ തന്നെ അളക്കാൻ ശ്രമിക്കണം. അതായത് ഒരു ഭിക്ഷു സ്വയം തന്നെ പരിശോധിക്കണം, തൻ്റെ ഉള്ളിൽ പരിശോധിക്കണം എന്നാണ് പറയുന്നത്. ഈ വ്യക്തിക്ക് പാപ ആഗ്രഹങ്ങൾ ഉണ്ട്. പാപ ആഗ്രഹങ്ങൾക്ക് വശംവദനാണ് ഈ വ്യക്തി. അതിനാൽ ഈ വ്യക്തി എനിക്ക് പ്രിയപ്പെട്ടവനല്ല. ഈ വ്യക്തിയുടെ കാര്യങ്ങൾ സമ്മതിക്കാനും എനിക്ക് സാധ്യമല്ല. മാത്രമല്ല, എൻ്റെ ഉള്ളിൽ പാപ ഇച്ഛകൾ വരികയാണ് എങ്കിൽ, പാപ ആഗ്രഹങ്ങൾക്ക് വശംവദനാകുകയാണ് എങ്കിൽ മറ്റുള്ളവർക്ക് എന്നെ ഇഷ്ടമാകില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ സമ്മതിക്കില്ല. ഇങ്ങനെ അറിയുന്ന ഒരു ഭിക്ഷു മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണർത്തണം: ഞാൻ ഒരിക്കലും പാപ ആഗ്രഹങ്ങൾക്ക് കീഴടങ്ങില്ല, പാപ ആഗ്രഹങ്ങൾക്ക് വശംവദനാകില്ല. ഇനി വീണ്ടും ഇതേപോലെ തന്നെ ആവർത്തനമാണ്. ഈ ഭിക്ഷു സ്വയം തന്നെ പുകഴ്ത്തുന്നവനാണ്, മറ്റവരെ തരം താഴ്ത്തുന്നവനാണ്. അതിനാൽ ഈ വ്യക്തിയെ എനിക്ക് ഇഷ്ടമല്ല, ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് സമ്മതമല്ല. അതുപോലെ ഞാനും സ്വയം പുകഴ്ത്തുന്നവനും മറ്റുള്ളവരെ തരം താഴ്ത്തുന്നവനും ആണ് എങ്കിൽ മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെടുകയോ അതേപോലെ തന്നെ ഈ കാര്യങ്ങളെ സമ്മതിക്കുകയോ ചെയ്യുകയില്ല. അപ്പോൾ ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരേണ്ടതുണ്ട്: ഞാൻ ഒരിക്കലും സ്വയം പുകഴ്ത്തില്ല, അതേപോലെ തന്നെ മറ്റുള്ളവരെ തരം താഴ്ത്തില്ല. അതുപോലെ ക്രോധം, ദേഷ്യം പാടില്ല. ക്ഷമ ഉണ്ടാകണം, ദേഷ്യം ഉണ്ടാകരുത്. പിടിവാശിക്കാരനല്ല. ആരോപണം ചെയ്യുന്ന സമയത്ത് അയാളെ കുറ്റപ്പെടുത്തുന്ന ആളല്ല. കുറ്റപ്പെടുത്തുന്നവനെ കുറ്റപ്പെടുത്തില്ല. കുറ്റാരോപിതനായാൽ തെളിവുകൾ നിരസിക്കുന്നില്ല. ആക്രമണകാരിയല്ല, നിന്ദിക്കുന്നവനല്ല. അസൂയ ഇല്ല, മായാവിയല്ല, വഞ്ചകനല്ല. കടുംപിടുത്തക്കാരനോ ദുരഭിമാനിയോ അല്ല.
പിന്നെ ആ ഭിക്ഷു വിചാരിക്കുന്നു, ഈ ഭിക്ഷു സ്വന്തം ദർശനത്താൽ ആസക്തനാണ്, അതിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്, അതിനെ എളുപ്പത്തിൽ പോകാൻ സമ്മതിക്കുന്നില്ല. അതിനാൽ എനിക്ക് ഇതിന് ഇഷ്ടമല്ല, ഇതിനെ സമ്മതിക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാനും അതേപോലെ തന്നെ എൻ്റെ ദർശനങ്ങളോട് ആസക്തനാണെങ്കിൽ അതിനെ മുറുകെ പിടിക്കുന്നു എങ്കിൽ, അതിനെ പോകാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെടുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല. അങ്ങനെ വിചാരിക്കുന്ന ഒരു ഭിക്ഷു സ്വന്തം മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു വിചാരം ഉൽപ്പാദിപ്പിക്കണം: ഞാൻ എൻ്റെ സ്വന്തം ദർശനങ്ങളോട് ആസക്തനല്ല, ഞാൻ ആ ദർശനങ്ങളെ മുറുകെ പിടിക്കുന്നില്ല, അവയെ വളരെ എളുപ്പത്തിൽ പോകാൻ സമ്മതിക്കും. മിത്രങ്ങളെ, ആ സമയത്ത് ഒരു ഭിക്ഷു സ്വന്തം ഉള്ളിൽ തന്നെത്താൻ തൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ പരിശോധിക്കണം: എൻ്റെ മനസ്സിൽ പാപങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പാപമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് ഞാൻ വശംവദനാണോ? ഒരു ഭിക്ഷു തന്നെത്താൻ ഇങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് അവന് തോന്നുകയാണ്, ആ ഭിക്ഷുവിൽ പാപകരങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ട്, പാപ ആഗ്രഹങ്ങൾക്ക് വശംവദനാണ്. അപ്പോൾ ആ ഭിക്ഷുക്കൾ സ്വന്തം പാപധർമ്മം ഉപേക്ഷിക്കാൻ ശ്രമിക്കേണ്ടതാണ്, അകുശല ധർമ്മങ്ങളും ഉപേക്ഷിക്കാൻ ശ്രമിക്കേണ്ടതാണ്. എന്നാൽ മിത്രങ്ങളെ, ഒരു ഭിക്ഷു ഇപ്രകാരം തന്നെ സ്വയം നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ അറിയുകയാണ്: എന്നിൽ പാപ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ല, ഞാൻ അവയ്ക്ക് വശംവദനല്ല. അപ്പോൾ അവർ മനസ്സിൽ പ്രീതി സുഖത്തോടുകൂടി ഇരിക്കണം. രാത്രിയും പകലും കുശലകരമായിട്ടുള്ള ധർമ്മങ്ങളെ വളർത്തണം. തേനേവ പീഡി പമോജ്ജേന വിഹാദഭം. അതിനാൽ പീതി പ്രമോദത്താൽ വിഹരിക്കണം. അഹോരത്താനുസിഖിന കുശലേസു ധമ്മേസു. രാത്രിയും പകലും കുശലധർമ്മങ്ങൾ നേടാൻ ശ്രമിക്കണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്: നമ്മുടെ മനസ്സിൽ ഈ തരത്തിലുള്ള പാപ ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ ആ ഭിക്ഷു പീതി പമോജ്ജേന വിഹാദഭം, പ്രീതി അതായത് മനസ്സിലുള്ള ആനന്ദം, പ്രമോദം മനസ്സിലുള്ള ആനന്ദത്താൽ വിഹരിക്കാൻ ശ്രമിക്കണം. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സ് അതിൻ്റെ മൂലസ്വഭാവം എന്ന് പറയുന്നത് പഭാസര ചിത്തം എന്ന് പറയും, പ്രകാശമാനമായിട്ടുള്ള ചിത്തമാണ്. അതായത് നമ്മളുടെ മനസ്സിൻ്റെ മൂലസ്വഭാവം എന്നത് ശാന്തിയും സുഖവും ഉള്ളതാണ്. എന്നാൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളാൽ ഒരുപാട് അഴുക്കുകൾ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് മൂലം നമ്മൾക്ക് ദുഃഖം അനുഭവപ്പെടുന്നു. എന്നാൽ ഈ അഴുക്കുകൾ ഇല്ലാതാകുന്ന സമയത്ത് മനസ്സിൻ്റെ ആ മൂലസ്വഭാവമായിട്ടുള്ള പ്രകാശമാനമായിട്ടുള്ള ചിത്തം പുറത്തു വരുന്നു. ആ സമയത്ത് നമ്മൾക്ക് പ്രീതി പ്രമോദം ഉണ്ടാകുന്നു. മനസ്സിൽ സന്തോഷവും അതേപോലെ തന്നെ മനസ്സിൽ പ്രമോദവും ഉണ്ടാകുന്നു. ഇങ്ങനെ മനസ്സിൽ പ്രീതി പ്രമോദം ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരം പ്രശാന്തമാകുന്നു. അപ്പോൾ ശരീരത്തിൽ സുഖം അനുഭവമാകുന്നു. അപ്പോൾ എന്തു പറ്റും? സുഖിനോ ചിത്തം സമാധീയതി. ഏതൊരു വ്യക്തിയുടെ ശരീരത്തിൽ സുഖം അനുഭവിക്കുന്നുവോ ആ വ്യക്തിയുടെ ചിത്തം സമാധിസ്ഥമാകുന്നു. ഇവിടെ സമാധി എന്ന വാക്കിൻ്റെ അർത്ഥം സമബുദ്ധി എന്നാണ്. സമാധി എന്ന വാക്കിൽ തന്നെ ബുദ്ധി അല്ലെങ്കിൽ പ്രജ്ഞ അടങ്ങിയിട്ടുണ്ട്. അവിടെ സമതയും അതേപോലെ തന്നെ പ്രജ്ഞയും ഉണ്ട്, അല്ലെങ്കിൽ സമതാ വിപശ്യനയുണ്ട്. ഈ ധ്യാനമാണ് ഭഗവാൻ ബുദ്ധൻ പഠിപ്പിച്ചത്, സമതാ വിപശ്യന. അതിനെയാണ് ഈ സമാധി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബുദ്ധൻ പല പുതിയ പുതിയ വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ സമാധി. പിന്നെ മറ്റേത് പജാനാദി, അങ്കണം, ഇങ്ങനെ പല വാക്കുകളും ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെ നമ്മൾ നോക്കണം. അത് ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അത് ചുരുക്കി പറയാം. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾക്ക് അകുശല ധർമ്മങ്ങൾ ഇല്ലാത്ത ആ പ്രീതി വരുന്ന സമയത്ത്, പ്രമോദം വരുന്ന സമയത്ത് അതിനെ നമ്മൾ ഒരിക്കലും ഭയക്കേണ്ടതില്ല. അത് വളരെ അത്യാവശ്യമാണ്. അത് ബോധ്യാംഗം ആണ് എന്ന് മനസ്സിലാക്കണം. ഒരു ഭിക്ഷു തന്നിൽ തന്നെ ഇങ്ങനെ പരിശോധിക്കണം: ഞാൻ സ്വയം പുകഴ്ത്തുകയും മറ്റുള്ളവരെ തരം താഴ്ത്തുകയും ചെയ്യുന്ന വ്യക്തിയാണോ? അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിന് തോന്നുകയാണ്, ഞാൻ സ്വയം പുകഴ്ത്തുകയും മറ്റുള്ളവരെ തരം താഴ്ത്തുകയും ചെയ്യുന്ന ആ സ്വഭാവം എന്നിൽ ഉണ്ട് എങ്കിൽ
ഉടൻ തന്നെ ആ സ്വഭാവത്തെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കണം. എന്നാൽ അങ്ങനെ സ്വയം പരിശോധിക്കുന്ന സമയത്ത് തന്നെ പുകഴ്ത്തുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യുന്ന സ്വഭാവം തന്നിൽ ഇല്ലെങ്കിൽ അപ്പോൾ അവർ ആ പീതി പ്രമോദത്തോടുകൂടി ധ്യാനിക്കണം. ദിനരാത്രങ്ങൾ അവർ അവരുടെ കുശലധർമ്മങ്ങളെ വളർത്താൻ അഭ്യസിക്കണം. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. സ്വയം തന്നിൽ തന്നെ പരിശോധിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ അതിനെ കളയണം. ഇല്ലെങ്കിൽ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനിക്കണം, കുശലധർമ്മങ്ങളെ വളർത്തണം. അതേപോലെ തന്നെ ആ വ്യക്തി തൻ്റെ ഉള്ളിൽ പരിശോധിക്കുന്നു. ക്രോധം ഉണ്ട്, ദേഷ്യം ഉണ്ട് എങ്കിൽ അതിനെ കളയണം. ക്രോധം, ചീത്തവിളി ഉണ്ട് എങ്കിൽ അതിനെ കളയണം. ഇല്ലെങ്കിൽ പ്രീതി പ്രമോദത്തോടുകൂടി വിഹരിക്കണം. ആരെങ്കിലും നമ്മളെ കുറ്റം ആരോപിക്കുന്ന സമയത്ത് അയാളിൽ കുറ്റാരോപണം ചെയ്യുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതിനെ കളയണം. ഇല്ലെങ്കിൽ പ്രീതി പ്രമോദത്തോടുകൂടി കുശലധർമ്മങ്ങളെ വളർത്തിക്കൊണ്ട് വിഹരിക്കണം. ആരെങ്കിലും കുറ്റാരോപണം ചെയ്യുന്ന സമയത്ത് ഒഴിവാകുന്നു, ശ്രദ്ധ തിരിക്കുന്നു, ദേഷ്യം ക്രോധം പ്രകടിപ്പിക്കുന്നു എങ്കിൽ ആ ധർമ്മങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. ഇല്ലെങ്കിൽ പ്രീതി പ്രമോദത്തോടുകൂടി വിഹരിക്കണം. ആക്രമണകാരിയാണ്, അസൂയയാണ്, മായാവിയാണ്, കടുംപിടുത്തക്കാരനാണ്, ദുരഭിമാനിയാണ് എങ്കിൽ ആ ധർമ്മങ്ങളെ ഉടൻ തന്നെ നീക്കാൻ ശ്രമിക്കണം. ഇനി തൻ്റെ ഉള്ളിൽ പരിശോധിച്ച് ആ ധർമ്മങ്ങളില്ലെങ്കിൽ പ്രീതി പ്രമോദത്തോടുകൂടി വിഹരിക്കണം. ഇതേപോലെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആവർത്തിക്കുന്നുണ്ട്. വീണ്ടും ഒരു ഭിക്ഷു തൻ്റെ ഉള്ളിൽ തന്നെ പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിന് ഇങ്ങനെ ഒരു വിചാരമുണ്ടായി. താൻ തൻ്റെ തന്നെ ദർശനങ്ങളോട് ആസക്തനാണ്, അതിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്, അതിനെ എളുപ്പത്തിൽ വിടാൻ തയ്യാറല്ല. എങ്കിൽ ഉടൻ തന്നെ ആ ഭിക്ഷു ആ അകുശലധർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം, അതിന് പ്രയത്നിക്കണം. പക്ഷേ അങ്ങനെ സ്വയം തന്നിൽ തന്നെ പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് ഈ കാര്യം മനസ്സിലാകുകയാണ്. ഞാൻ ദർശനങ്ങളോട് ആസക്തനല്ല, അതിനെ മുറുകെ പിടിച്ചിട്ടില്ല, അതിനെ എളുപ്പത്തിൽ വിടാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ അവർ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനം ചെയ്യണം. ദിവസവും രാത്രിയും കുശലധർമ്മങ്ങളെ സമ്പാദിക്കാൻ യത്നിക്കണം. ഒരു ഭിക്ഷു സ്വയം തന്നെ പരിശോധിക്കുന്ന സമയത്ത് ഇത്തരം അകുശല ധർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഉടൻ തന്നെ ആ അകുശല ധർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം, അതിന് പരിശ്രമിക്കണം. ഇവിടെ അകുശല ധർമ്മങ്ങൾ എന്ന് പറഞ്ഞത് പാപധർമ്മങ്ങൾ എന്നാണ്. രാഗ, ദ്വേഷ, മോഹമുള്ള പാപധർമ്മങ്ങൾ, ക്രോധം, ദേഷ്യം, ആക്രമണ സ്വഭാവം, ഇങ്ങനെയുള്ള എന്തെങ്കിലും പാപധർമ്മങ്ങൾ ഉള്ളിലുണ്ട്. മറ്റുള്ള ജീവികളെ കൊല്ലണം എന്ന തോന്നൽ, ഇതും ഒരു പാപധർമ്മമാണ്. ഇത്തരം പാപധർമ്മങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കാൻ പരിശ്രമിക്കണം, പ്രയത്നിക്കണം എന്നാണ് പറയുന്നത്. അതായത് പാപധർമ്മം ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം പോരാ, അതിനെ ഇല്ലാതാക്കാൻ നമ്മൾ പ്രയത്നിക്കണം. അതിനെയാണ് സമ്മാ വ്യായാമോ എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള വ്യായാമം, അഭ്യാസം. അകുശല ധർമ്മങ്ങൾ ഇല്ലെങ്കിൽ വരാൻ സമ്മതിക്കരുത്, ഉണ്ടെങ്കിൽ പുറത്താക്കണം. കുശലധർമ്മങ്ങൾ ഇല്ലെങ്കിൽ അകത്തേക്ക് വരാൻ സമ്മതിക്കണം, ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കണം. ഇതാണ് സമ്മാ വ്യായാമം, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള അഭ്യാസം, വ്യായാമം എന്നൊക്കെ പറയുന്നത്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു ഭിക്ഷു തൻ്റെ ഉള്ളിൽ പരിശോധിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാപധർമ്മവും അവരുടെ ഉള്ളിൽ ഇല്ല എന്ന് അറിയുകയാണെങ്കിൽ ആ ഭിക്ഷു പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനം ചെയ്തുകൊണ്ടിരിക്കണം. ദിനവും രാത്രിയും കുശലധർമ്മങ്ങളെ വളർത്താൻ ശ്രമിക്കണം. ഇവിടെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ മനസ്സിൽ അകുശലധർമ്മങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ പ്രീതി, പ്രമോദം ഇവയെല്ലാം വരുന്നതാണ്. ഇത് ഒരു ഭോജ്യംഗമാണ്, ഒരു ബോധിയുടെ അംഗമാണ്. ഇതിനെ നമ്മൾ ഒരിക്കലും ഭയക്കരുത്, ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അത് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, ബോധ്യാംഗങ്ങളാണ്. ആ പ്രീതി പ്രമോദത്തോടുകൂടി ധ്യാനം ചെയ്യാനാണ് പറയുന്നത്. ഇനി ഇതേ കാര്യം ഒരു ഉപദേശത്താൽ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ ഉണ്ട് എന്ന് കരുതുക. യുവാവായിട്ടുള്ള സ്ത്രീയാണ്, പുരുഷനാണ്. അവർക്ക് സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരിയായിരിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവർ അവരുടെ മുഖം ഒരു വൃത്തിയുള്ള കണ്ണാടിയിൽ നോക്കും, അല്ലെങ്കിൽ തെളിഞ്ഞ വെള്ളത്തിൽ നോക്കും. അവർ അവിടെ മുഖത്തിൽ എന്തെങ്കിലും കളങ്കമോ അല്ലെങ്കിൽ വൃത്തികേടോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ അതിനെ കഴുകിക്കളയാൻ ശ്രമിക്കും. എന്നാൽ മുഖത്ത്
എന്തെങ്കിലും കളങ്കമോ അല്ലെങ്കിൽ അഴുക്കോ ഇല്ലെങ്കിൽ അവർക്ക് സന്തോഷമായിട്ട് അവർ ഇങ്ങനെ വിചാരിക്കും, ഞാൻ വളരെ ഭാഗ്യവാനാണ്, എൻ്റെ മുഖം വൃത്തിയുള്ളതാണ്. ഇതേപോലെ തന്നെ ഒരു ഭിക്ഷു തൻ്റെ ഉള്ളിൽ തന്നെ പരിശോധിക്കുകയാണ്. അപ്പോൾ അവർ അകുശല ധർമ്മങ്ങളെ കാണുകയാണ്. അങ്ങനെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കാൻ അവർക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്, പ്രയത്നിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അകുശല ധർമ്മങ്ങൾ ഉണ്ട് എന്ന് കരുതുക. ഉദാഹരണത്തിന് നമ്മുടെ മനസ്സിൽ ക്രോധമുണ്ട്, അതേപോലെ തന്നെ രാഗമുണ്ട്. അതിനെ നോക്കാനാണോ ഇവിടെ പറയുന്നത്? തീർച്ചയായിട്ടുമല്ല. ഇവിടെ പറയുന്നത് ഇമേസം പാപകാനം അകുശലാനം ധമ്മാനം പഹാനായ വായമിദഭം, അതായത് അതിനെ തീർക്കാനായിട്ട്, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് യത്നിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ബന്ദേ വിമലാരംസിയുടെ 6R എന്ന അഭ്യാസം വളരെ ഗുണകരമായിരിക്കും. അതായത് എന്തെങ്കിലും പാപകർമ്മങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ റിലീസ് ചെയ്യുന്നു, 6R ചെയ്യുന്നു. അത് വളരെ സൂത്രവുമായിട്ട് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഭിക്ഷു തൻ്റെ ഉള്ളിൽ പരിശോധിച്ചു. അപ്പോൾ ഈ അകുശല ധർമ്മങ്ങളെ എല്ലാം ഉപേക്ഷിച്ചതായിട്ട് തൻ്റെ ഉള്ളിൽ ഇല്ല എന്ന് ആ ഭിക്ഷു കാണുന്നു. അങ്ങനെ കാണുന്ന സമയത്ത് ആ ഭിക്ഷു പ്രീതി പ്രമോദ്യത്തോടുകൂടി വിഹരിക്കണം, ധ്യാനിക്കണം. ദിനവും രാത്രിയും കുശലധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാൻ യത്നിക്കണം. ഇതാണ് മഹാമൊഗ്ഗലാനൻ പറഞ്ഞത്. ഭിക്ഷുക്കൾ തൃപ്തരായി അദ്ദേഹത്തിൻ്റെ ഭാഷണത്തെ അനുമോദനം ചെയ്തു. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ മനസ്സിൽ അകുശല ധർമ്മങ്ങൾ ഇല്ലെങ്കിൽ പ്രീതി പ്രമോദത്തോടുകൂടി നമ്മൾക്ക് ധ്യാനിക്കാൻ സാധിക്കണം. 2, ഏതെങ്കിലും അകുശല ധർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനെ ഉപേക്ഷിക്കണം. ഒരു കാരണവശാലും അതിനെ നോക്കരുത്. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിക്കും. നമ്മൾ മജ്ജ്ഹിമ നികായിലെ ആദ്യത്തെ സൂത്രമായിട്ടുള്ള സബ്ബാസവ സൂത്രത്തിൽ നമ്മൾ പറയുന്നു, എന്തിനെയാണ് നമ്മൾ യഥാഭൂതം നോക്കേണ്ടത്? അത് 4 ആര്യസത്യങ്ങളെയാണ്. ഇത് ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ സമുദയമാണ്, നിരോധമാണ്, നിരോധത്തിനുള്ള ഉപായമാണ്. ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? അത് ഈ അകുശല ധർമ്മങ്ങൾ തന്നെയാണ്. അങ്ങനെ അനുമാന സൂത്രം അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിലുണ്ട്. ഇനി അല്പസമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖം, സന്തോഷം ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.